അപ്പോൾ ഇന്ന് സബ്സ്ക്രൈബർ റെക്കമെൻഡ് ചെയ്തൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട വേണം. അപ്പം 3 മുട്ടയ്ക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇവിടെ ഇതിനെ ചിക്കി പൊരിച്ചെടുക്കുക എന്നാണ് പറയുക. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ചിക്കി പൊരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി അതേ പാനിലേക്ക് നമുക്ക് 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സവാള മൂത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇത്രയും ഇടുക കേട്ടോ. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ച തക്കാളിയുടെ ഇതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ട ചിക്കിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂട് ചോറിനകത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.